ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ഫോമാറ്റ് ഉണ്ട് LLP. ഇറ്റ് കംസ് വിത്ത് ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബട്ട് ദ സിംപ്ലിസിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ഫ്രെയിം. ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു റെലവൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു LLP ആണെങ്കിൽ പോലും നമ്മൾ ഈ ROC കംപ്ലയൻസസ് എൻഷുർ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു ചരടകൗണ്ട് സഹായം ഇല്ലാണ്ട് ചെയ്തു പോവുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആനുവലി അതിൻ്റെ കംപ്ലയൻസ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊസീജിയർ കംപ്ലയൻസ് അത്രയും ഉണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ്. നമ്മൾ ഏത് ഫോം ചൂസ് ചെയ്യണം എന്നുള്ളത്, നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രോത്ത് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, നമുക്കൊരു ലോസിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ എത്ര ഓണേഴ്സാണ്, ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്ത് വയ്ക്കും.